ഇവരുടെ ഫോൺ സംഭാഷണം വിവാദത്തിൽ ഇപ്പോൾ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് തത്സമയം അതിന് ഉചിതമായിട്ടുള്ള നടപടി എടുക്കും. അത് നിഷേധിച്ചിട്ടില്ല ഇതുവരെ ആരും. എന്തോ ഇതുകൊണ്ടൊന്നും ഉണ്ടായിരുന്നതല്ല കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം. സംസാരിച്ചു. വിശദീകരണം അങ്ങനെ ചോദിച്ചിട്ടില്ല. വിഷയം പരിഗണനയിലുണ്ട്. ഞാൻ കണ്ടില്ല. ഞാൻ യാത്രയിലാണ്. യാത്രയിൽ പ്രോഗ്രാം അല്ലേ. ഇവിടെ മീറ്റിങ്ങിന് വന്നിട്ട് 2 മണിക്കൂറായില്ലേ മീറ്റിങ്ങിന് വന്നിട്ട്. അത് അദ്ദേഹത്തോടാ ചോദിക്കണ്ടേ. വ്യക്തിപരമായ അധിക്ഷേപമാണ് വെള്ളാപ്പള്ളി നടത്തിയിരിക്കുന്നത്. എന്തോ കോൺഗ്രസ് അതിശക്തമായ മതേതര പാർട്ടിയാണ് ഇന്ത്യ രാജ്യത്ത്. കോൺഗ്രസിന്റെ മഹനീയമായ പാരമ്പര്യം മതേതരത്വമാണ്. കോൺഗ്രസിന്റെ മതേതരത്വത്തിന് വേണ്ടി രാഷ്ട്രപിതാവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും ജീവൻ നൽകിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മതേതരത്വവും മതസൗഹാർദ്ദവും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ കാലത്തും ശക്തമായിട്ട് മുൻപന്തിയിലുണ്ടാകും. ജനങ്ങൾ കോൺഗ്രസിനെ ആ നിലയിലാണ് വിശ്വസിക്കുന്നത്. അക്കാര്യത്തിൽ യാതൊരു പ്രയാസവും പ്രശ്നവും കോൺഗ്രസിനില്ല. പ്രതിപക്ഷ നേതാവിനെ ഇതേപോലെ അപമാനിക്കുമ്പോൾ അവരുടെ ഉത്തരം പറയേണ്ടതല്ലേ? പേരെടുത്ത് പറഞ്ഞിട്ട് വ്യക്തിപരമായ അധിക്ഷേപമാണ്. ഞാൻ ശ്രദ്ധിച്ചില്ല ആക്ച്വലി. KPCC അധ്യക്ഷൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വളരെ കരുതലോടെയുള്ളൊരു പ്രതികരണം എന്ന് പറയാം. ഒന്നും വിട്ടങ്ങോട്ട് പറയുന്നില്ല നിലവിൽ KPCC അധ്യക്ഷൻ. ഇതാ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്തോ ഞാൻ ഈ ജുഡീഷ്യൽ കമ്മീഷനുകളുടെ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും അത് മല എലിയാണ് പ്രസവിക്കാറ്. ജുഡീഷ്യൽ കമ്മീഷൻ പലപ്പോഴും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും, അത് പിന്നെ ആ ഒരു റിപ്പോർട്ട് വാട്ട് റിസൾട്ട് ഇറ്റ് ക്യാൻ മേക്ക്. ആത്യന്തികമായിട്ട് റിപ്പോർട്ട് കൊടുക്കാം. ആ റിപ്പോർട്ട് സർക്കാരാണ് പരിശോധിക്കേണ്ടത്. ആ റിപ്പോർട്ട് വേണമെങ്കിൽ അസംബ്ലിയിൽ വെക്കാതിരിക്കാം. കുറ്റസമ്മതമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ജയിൽ വകുപ്പിൻ്റെ പരാജയമാണ് ഗവൺമെൻറ് സമ്മതിക്കേണ്ടത്. എസ്കേപ്പിസമായിരിക്കും ഏതെങ്കിലും കമ്മീഷൻ വെച്ചിട്ടുള്ള അന്വേഷണം. പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണം, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു ആദ്യ ഭാഗത്ത് KPCC അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. അതിൽ മറുപടി പറഞ്ഞത് വളരെ കരുതലോടെ മാത്രമാണ്. ഈ വിഷയം അത് നിഷേധിച്ചിട്ടില്ല പാലോട് രവി. സംസാരിച്ചു, പക്ഷേ ഈ കാര്യങ്ങൾ സംസാരിച്ചില്ല എന്ന് വിട്ടൊഴിഞ്ഞ് പറയുന്നു. അതോടൊപ്പം തന്നെ നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഈ വിഷയം പരിഗണനയിലുണ്ട് എന്നാണ് കൃത്യമായി KPCC അധ്യക്ഷൻ മറുപടി നൽകിയത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ കൂടുതൽ നേതാക്കളുടെ ഭാഗത്തുണ്ടാകും ഈ വിഷയത്തിൽ എന്നുറപ്പാണ്. കാരണം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് തിരുവനന്തപുരം DCC പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ഗൗരവത്തോടെയാണ് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ നോക്കിക്കാണുന്നത്. ഇന്ന് രാവിലെയാണ് കുറച്ച് മുൻപാണ്, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുൻപായിട്ടാണ് ഈ സംഭാഷണം പുറത്തു വരുന്നതിൽ പിന്നീട് വലിയ വിവാദമാവുകയും അത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. നിലവിൽ എന്താണ് കോൺഗ്രസിനകത്ത് ഇത്തരത്തിലൊരു അഭിപ്രായം ഉണ്ടാകാനുള്ള കാരണം? അതും പാലോട് രവി പോലൊരു വളരെ മുതിർന്ന നേതാവ് ഈ രീതിയിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിന് ഗൗരവ സ്വഭാവം കൈവന്നിരിക്കുന്നു. മാത്രവുമല്ല, പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുക്കാച്ചരക്ക എന്നൊരു കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ അതും ഇത്തരത്തിൽ ഒരു മുതിർന്ന നേതാവ് പറയുമ്പോൾ അത് ഏത് രീതിയിലാണ് അണികൾ കാണുന്നത്, ഒപ്പം തന്നെ KPCC നേതൃത്വം കാണുന്നത്? ഇനിയിപ്പോൾ നടപടി എടുക്കാതിരിക്കുന്നത് എങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിൽ ഇപ്പോൾ KPCC അധ്യക്ഷന്റെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം ഇല്ലാത്ത ചില പ്രതികരണങ്ങൾ നമ്മൾ കാണുകയും ചെയ്തു. ഒന്നും അങ്ങോട്ട് വിട്ടുപറയാൻ കഴിയാതെ